Welcome to Manasi's Math Solutions. We are discussing about the topic filters. Filters നമ്മൾ ultra filters എന്താണെന്ന് define ചെയ്തു, and then we have proved that every filter is contained in a ultra filter എന്നും നമ്മൾ പ്രൂവ് ചെയ്തു. Now ആ ഒരു റിസൾട്ടിൻ്റെ ഒരു കൊറോളറി ആയിട്ടാണ് വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ there are free filters on R. അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി അറിയുന്നൊരു ഫിൽറ്റർ ഓൺ ആർ ആണ് ഫ്രെച്ചറ്റ് ഫിൽറ്റർ. എന്തായിരുന്നു ഈ ഫ്രെച്ചറ്റ് ഫിൽറ്റർ എന്ന് പറയുന്നത്? Frechet filter are the filter generated by the filter base A infinity such that A belongs to R. അപ്പോൾ ഈ ഫ്രെച്ചറ്റ് ഫിൽറ്റർ ഫ്രീ ഫിൽറ്റർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനി അൾട്രാ ഫിൽറ്റർ കണ്ടെയ്നിങ് ദിസ് ഫ്രെച്ചറ്റ് ഫിൽറ്റർ ഇസ് എ ഫ്രീ ഫിൽറ്റർ. അപ്പോൾ ഈ ആറിൽ എന്തായാലും ഫ്രീ ഫിൽറ്റേഴ്സ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. Now next we are going to prove that theorem 16.33. The statement എന്താണെന്ന് വെച്ചാൽ a filter f on a set x is an ultra filter on x if and only if for every A contained in X either A belongs to F or X minus A belongs to F. അതായത് നമ്മൾക്ക് ഒരു ഫിൽറ്റർ അൾട്രാ ഫിൽറ്റർ ആവുന്നത് എങ്ങനെയാണെന്ന് ബൈ ഡെഫിനേഷൻ അറിയാം. അതായത് ആ ഫിൽറ്ററിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറെ ഒരു ഫിൽറ്ററും എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, അതായത് അതിനേക്കാൾ ഫൈനറായിട്ട് വേറെ ഒരു ഫിൽറ്ററും എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ then we say that filter is ultra filter. ഇനി അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ ഈ ഒരു റിസൾട്ടിൽ പ്രൂവ് ചെയ്യുന്നത്. എന്താണ് ആ കണ്ടീഷൻ? എ ഫിൽറ്റർ എഫ് ഇസ് എൻ അൾട്രാ ഫിൽറ്റർ ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ. എന്താണ്? എയുടെ ഏത് സബ്സെറ്റ് എടുത്താലും, എയുടെ ഏത് സബ്സെറ്റ് എടുത്താലും, നോൺ എം ടി ആവണമെന്നില്ല, എയുടെ ഏത് സബ്സെറ്റ് എടുത്താലും ഒന്നുകിൽ എ ഉണ്ടായിരിക്കണം എഫിൽ, അല്ലെങ്കിൽ എക്സ് മൈനസ് എ ഉണ്ടായിരിക്കണം എഫിൽ. ഓക്കെ, അപ്പോൾ നമ്മൾക്കിത് പ്രൂവ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, സപ്പോസ് എഫ് ഈസ് an ultra filter. We need to prove that for any subset A of X, either A belongs to F or X minus A belongs to F. For that, consider a subset A contained in X, a subset of X. Now, suppose there exists an F in the filter F such that A intersection F is equal to 5. എന്താണ് കൺസിഡർ ചെയ്യുന്നത്? നമ്മൾ ഒരു ആർബിട്രേറ്റഡ് സബ്സെറ്റ് എടുത്തു. ഇനി ആ ഒരു സബ്സെറ്റിന് ഈ കണ്ടീഷൻ ഇൻ്റർസെക്ഷൻ എം ടി ആയിട്ട് വരുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഫിൽറ്റർ എഫിൽ ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്താണ് എ ഇൻ്റർസെക്ഷൻ എഫ് എം ടി ആണെന്ന് വെച്ചാൽ എന്താ മീനിങ്? എഫ് കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ വാട്ട്? എക്സ് മൈനസ് എ ആണെന്ന്, അല്ലേ? ഒരു സെറ്റ്, ഇതിപ്പോൾ ഞാൻ വെണ്ടഗ്രാം വരച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എ എഫ് രണ്ട് സെറ്റ്, അപ്പോൾ എ എഫ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നേ ഇല്ല എന്നത് മീനിങ് എന്താണ്? എഫ് എവിടെ കണ്ടെയ്ൻഡ് ആയിരിക്കും? എയുടെ കോംപ്ലിമെൻറ്റിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. സോ this implies that f is contained in x minus a.
അപ്പോൾ എന്ത് കിട്ടി? എഫ് ഫിൽറ്റർ എഫിലുള്ള ഒരു എലമെൻ്റ് ആണ്. ആ എലമെൻറ്റ് എക്സ് മൈനസ് എയിൽ കണ്ടെയ്ൻഡ് ആണ്. ആൻഡ് ഫിൽറ്റേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ സൂപ്പർസെറ്റ്സ്. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് എക്സ് മൈനസ് എ ബിലോങ്സ് ടു എഫ്. അപ്പോൾ ഈ കണ്ടീഷനാണ്, ഇങ്ങനെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എഫ് ഉണ്ടെങ്കിൽ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് എഫിൽ ഉണ്ടായിരിക്കും അല്ലേ? ഇനി ഈ ഒരു കേസ് അല്ലെന്ന് കരുതാം. സപ്പോസ് there does not exist, അല്ലെങ്കിൽ ഇങ്ങനെ for any suppose that for any f in f a intersection f is non-empty. ഓക്കെ, ഇതിൽ ഏത് എഫ് എടുത്തു കഴിഞ്ഞാലും എയുമായിട്ട് നോൺ എംപ്റ്റി ഇൻ്റർസെക്ഷൻ ആണ് ഉള്ളത് എന്ന് കരുതാം. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾക്ക് ഞാനൊരു സെറ്റ് കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ദ സെറ്റ് സി ഇസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ എഫ് സച്ച് ദാറ്റ് എഫ് ബിലോങ്സ് ടു എഫ്. അപ്പോൾ ഇത് നോൺ എംപ്റ്റി ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ്? സി വിൽ ബി നോൺ എംപ്റ്റി കളക്ഷൻ ഓഫ് നോൺ എംപ്റ്റി സെറ്റ്സ് എന്ന് വരും. ഇനി നോക്കുക, ഞാൻ ഈ സി എന്ന് പറയുന്നത് ഫിൽറ്റർ ബേസ് ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫിൽറ്റർ ബേസ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ആ ഒരു സെറ്റ് നോൺ എംപ്റ്റി കളക്ഷൻ ഓഫ് നോൺ എംപ്റ്റി സെറ്റ്സ് ആയിരിക്കണം. ആൻഡ് അതിൽ നിന്ന് ഏത് രണ്ട് എലമെൻറ്റ് u1 u2 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും there exists u3 in C such that u3 is contained in u1 intersection u2 ആയിരിക്കണം. അപ്പോൾ ഈ കണ്ടെയ്ൻഡിൽ നമ്മൾക്ക് u3 ഈക്വൽ ടു, അതായത് u1 ഇൻ്റർസെക്ഷൻ u2 തന്നെ ആ സിയിൽ വരികയാണെങ്കിൽ നമ്മൾക്ക് എന്താണ്? ഫിൽറ്റർ ബേസ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ രണ്ട് എലമെൻറ്റ്സ് കൺസിഡർ ചെയ്യുന്നു. ലെറ്റ് എ ഇൻ്റർസെക്ഷൻ f1 ആൻഡ് എ ഇൻ്റർസെക്ഷൻ f2 belongs to C, where f1 and f2 are belongs to what? f1 and f2 are belongs to the filter f. Now consider the intersection a intersection f1 intersection a intersection f2. We know that this is equal to a intersection f1 intersection f2. Since f is a filter, f1 f2 belongs to f implies that f1 intersection f2 also belongs to what? F. Therefore a intersection f1 intersection f2 belongs to what? C, which implies the intersection of these two elements are in C. അപ്പോൾ എന്ത് കിട്ടി? ഫിൽറ്റർ ബേസിൻ്റെ എല്ലാ കണ്ടീഷൻസും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ C is a filter base. C is a filter base. അപ്പോൾ C filter base ആണെന്ന് കിട്ടി. ഇനി ഞാൻ ഈ C ജനറേറ്റ് ചെയ്യുന്ന ഫിൽറ്ററിനെ G എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ലെറ്റ് G be the filter generated by the filter base C. Then consider A. We know that X is an element in the filter F. ഏത് ഫിൽറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഹോൾ സെറ്റ് എക്സ് ഉണ്ടായിരിക്കും. കാരണം എന്താണ്? എഫിലുള്ള ഏത് എലമെൻറ്റ് എഫ് എടുത്തു കഴിഞ്ഞാലും വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ ഹോൾ സെറ്റ് എക്സ് ആൻഡ് എഫ് ഈസ് ക്ലോസ്ഡ് അണ്ടർ സൂപ്പർ സെറ്റ്സ്. സോ എക്സ് ഇസ് ഓൾസോ ബിലോങ്സ് ടു ഫിൽറ്റർ. അപ്പോൾ ഏത് ഫിൽറ്റർ എടുത്തു കഴിഞ്ഞാലും ഹോൾ സെറ്റ് അതിലുണ്ടായിരിക്കും. സോ എക്സ് ബിലോങ്സ് ടു എഫ് ആണ്. അതുകൊണ്ട് നമ്മൾക്ക് എ ഇൻ്റർസെക്ഷൻ എക്സ് എവിടെ ഉണ്ടായിരിക്കും? സിയിലുണ്ടായിരിക്കും. ആൻഡ് എ ഇൻ്റർസെക്ഷൻ എക്സ് എന്താണ്? എ ആണ്. സോ എ ബിലോങ്സ് ടു സി ആണ്. സി ജനറേറ്റ് ചെയ്യുന്ന ഫിൽറ്ററിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. സോ എ ബിലോങ്സ് ടു ജി ആണ്. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ നമ്മൾക്ക് ഈ സിയിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? എ ഇൻ്റർസെക്ഷൻ എഫ് ആണ് വരുന്നത്. ഈ എ ഇൻ്റർസെക്ഷൻ എഫിൽ കണ്ടെയ്ൻഡ് ആണ്. ഫോർ എനി എഫ് ഇൻ ദ ഫിൽറ്റർ എഫ്, എ ഇൻ്റർസെക്ഷൻ എഫ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എഫ്. ആൻഡ് സി ജനറേറ്റ് ചെയ്യുന്ന ഫിൽറ്ററിൽ എ ഇൻ്റർസെക്ഷൻ എഫ് എല്ലാം തന്നെ ഒരു എലമെൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കും.
ആൻഡ് ഫിൽറ്റർ ആയതുകൊണ്ട് വിച്ച് ഇസ് ക്ലോസ്ഡ് അണ്ടർ സൂപ്പർ സെറ്റ്സ് ആയതുകൊണ്ടും ഈ എഫ് എവിടെ ഉണ്ടായിരിക്കണം, എഫ് ഇസ് ഓൾസോ ബിലോങ്സ് ടു ജി ആയിരിക്കണം. അപ്പോൾ ഫിൽറ്റർ എഫിൽ നിന്ന് ഏത് എഫ് എടുത്താലും അത് ഈ ജിയിലുണ്ട്, വിച്ച് ഇംപ്ലൈസ് എഫ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ജി. പക്ഷേ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു എഫ് എന്താണ്, എഫ് ഈസ് എൻ അൾട്രാ ഫിൽറ്റർ ആയതുകൊണ്ട് അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന അതിനേക്കാളും ഫൈനർ ആയിട്ടുള്ള വേറെ ഒരു ഫിൽറ്ററും ഉണ്ടായിരിക്കത്തില്ല. സോ നമ്മൾക്ക് എന്തായിരിക്കണം ഇവിടെ, എഫ് ഇസ് ഈക്വൽ ടു ജി ആയിരിക്കണം. ആൻഡ് ജിയിൽ ഏത് എലമെൻ്റ് ഉണ്ട്, എ ഉണ്ട്. സോ എ ബിലോങ്സ് ടു വാട്ട്, എഫ് എന്ന് കിട്ടി. ഓക്കെ, സോ ഏതർ എക്സ് മൈനസ് എ ബിലോങ്സ് ടു എഫ് ആയിരിക്കും, അല്ലെങ്കിൽ എ ബിലോങ്സ് ടു എഫ് ആയിരിക്കും. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്, എ ഇൻ്റർസെക്ഷൻ എഫ് എം ടി വരുന്ന ഏതെങ്കിലും ഫിൽറ്റർ ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ ഇതില്ലാത്ത ആ കേസ് എന്ന് പറയുന്നത് എന്താണ്, എ ഇൻ്റർസെക്ഷൻ എഫ് ഇസ് നോൺ എം ടി ഫോർ ഓൾ എഫ് ഇൻ എഫ്. ഈ രണ്ട് കേസ് എടുത്തിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്തത്. അപ്പോൾ ഈ ഒരു റിസൾട്ടിൻ്റെ വൺ സൈഡ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ഇതിൻ്റെ കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യണം. Now suppose F is a filter on X for which satisfies the condition for any subset A of X, either A belongs to F or X minus A belongs to F. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് ഞാൻ സപ്പോസ് ചെയ്തു. അപ്പോൾ ഇതിൽ എനിക്ക് ഈ എഫ് അൾട്രാ ഫിൽറ്റർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അൾട്രാ ഫിൽറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്താ വേണ്ടത്, എഫിനേക്കാളും ഫൈനർ ആയിട്ടുള്ള വേറെ ഒരു ഫിൽറ്ററും ഇല്ലെന്ന് പ്രൂവ് ചെയ്യണം. So suppose G is a filter on X such that F is contained in G, and let G not equal to F. If G not equal to F, and let A be an element in G minus F. എന്താണ്, നമ്മൾ ജി എഫിനേക്കാളും ഫൈനർ ആയിട്ടുള്ള ഒരു ഫിൽറ്റർ ജി ചൂസ് ചെയ്തു. ലെറ്റർ വി വിൽ പ്രൂവ് ദാറ്റ് എഫ് ഇസ് ഈക്വൽ ടു ജി. ആൻഡ് ടു പ്രൂവ് ദിസ് വി ആർ അസ്യൂമിങ് G not equal to F. If G not equal to F, then there exists an element A in G minus F. അപ്പോൾ ആ ഒരു എലമെൻറ്റ് എ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം എന്താണ്, എ എന്ന് പറയുന്നത് ജി മൈനസ് എഫിലേതാണ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, എ ഡസ് നോട്ട് ബിലോങ്സ് ടു എഫ് ആണ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് പ്രകാരം എന്തായിത്തീരും, എക്സ് മൈനസ് എ എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കും, വിച്ച് ബിലോങ്സ് ടു എഫ് ആയിരിക്കും അല്ലേ. കാരണം എന്താണ്, നമ്മൾ അസ്യൂം ചെയ്ത് ഒന്നുകിൽ എ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് എഫിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു അസംഷനിൽ നിന്ന് എ എഫിൽ ഇല്ലെന്ന് കിട്ടി. അപ്പോൾ പിന്നെ എന്തേ പോസിബിലിറ്റി ഉള്ളൂ, എയുടെ കോംപ്ലിമെൻ്റ് എഫിൽ ഉണ്ടായിരിക്കും. സോ ദിസ് ഇംപ്ലൈസ്, ആൻഡ് ഈ എഫ് എന്താണ്, വിച്ച് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ജി ആണ് അല്ലേ. അപ്പോൾ എന്ത് കിട്ടി, എക്സ് മൈനസ് എ എന്ന് പറയുന്നത് എവിടെ ഉണ്ടെന്ന് കിട്ടി, ജിയിലുണ്ടെന്ന് കിട്ടി. അപ്പോൾ എയും ജിയിലുണ്ട്, എക്സ് മൈനസ് എയും ജിയിലുണ്ട്. ഇനി ഫിൽറ്റേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് എ ഇൻ്റർസെക്ഷൻ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കണം, ജിയിലുണ്ടായിരിക്കണം. പക്ഷേ എ ഇൻ്റർസെക്ഷൻ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഇസ് എം ടി ആണ്. ഫിൽറ്ററിലൊരു എലമെൻറ്റ് വരണമെങ്കിൽ ആ എലമെൻറ്റ് എന്തായാലും, ആ ഒരു സെറ്റ് എന്തായാലും നോൺ എം ടി ആയിരിക്കണം. അപ്പോൾ ഇതെന്തായി തീർന്നു, ഇവിടെ നമ്മൾക്കൊരു എം ടി സെറ്റ് ജിയിലുണ്ടെന്ന് കിട്ടി. ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ. ഇത് നമ്മൾ ഈ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേർന്നത് എപ്പോഴായിരുന്നു, ഇഫ് ജി നോട്ട് ഈക്വൽ ടു എഫ് എന്ന് അസ്യൂം ചെയ്തത് കൊണ്ടാണ്.
So if f is contained in any filter G, then f is equal to that one. അതായത് എഫിനേക്കാളും ഫൈനർ ആയിട്ട് വേറെ ഒരു ഫിൽറ്ററും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ എഫ് ഈസ് എൻ അൾട്രാ ഫിൽറ്റർ. അപ്പോൾ നമ്മൾക്ക് ഒരു സിമ്പിൾ കണ്ടീഷൻ കിട്ടി, ഒരു ഫിൽറ്റർ എഫ് ആവാനുള്ളൊരു സിമ്പിൾ ഇക്വലന്റ് കണ്ടീഷൻ കിട്ടി. എന്താണ്? എ ഫിൽറ്റർ എഫ് ഓൺ എക്സ് ഇസ് എൻ അൾട്രാ ഫിൽറ്റർ if and only if for any subset A of X, either A belongs to F or X minus A belongs to F. Okay. Next we are going to prove that the theorem 16.34, and the statement is that suppose X is a space and X belongs to X and A is contained in X. Then the point X belongs to what? A closure. X belongs to a closure if and only if there is a filter on X. There is a filter on X with A belongs to F and F converges to X. നമ്മൾ ഒരു പോയിന്റ് ക്ലോഷറിൽ, ഒരു സെറ്റിൻ്റെ ക്ലോഷറിൽ വരാനുള്ള ഇക്വലന്റ് കണ്ടീഷൻസ് ഇൻ ടേംസ് ഓഫ് നെറ്റിൽ പഠിച്ചിട്ടുണ്ട്, സീക്വൻസിൽ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫിൽറ്റേഴ്സിലും ആ ഒരു ടേം, ഒരു പോയിന്റ് ഒരു സെറ്റിൻ്റെ ക്ലോഷറിൽ വരാനുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ ഇൻ ടേംസ് ഓഫ് ഫിൽറ്ററിൽ ഈ ഒരു തിയറത്തിലൂടെ സ്റ്റേറ്റ് ചെയ്യുന്നത്. ആൻഡ് എന്താണ്? എക്സ് ബിലോങ്സ് ടു എ ക്ലോഷർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താണ്? ദർ ഈസ് എ ഫിൽറ്റർ ഓൺ എക്സ്. ദർ ഈസ് എ ഫിൽറ്റർ എഫ് ഓൺ എക്സ്. എന്താണ്? ഒരു ഫിൽറ്റർ എക്സിസ്റ്റ് ചെയ്യണം ആൻഡ് ആ ഫിൽറ്ററിൽ എ ഒരു എലമെൻ്റ് ആയിരിക്കണം ആൻഡ് ആ ഫിൽറ്റർ എക്സിലോട്ട് കൺവേർട്ട് ചെയ്യുകയും വേണം. അതായത് ഏത് ഒരു എലമെൻ്റായിട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫിൽറ്റർ എക്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഫിൽറ്റർ ഉണ്ടായിരിക്കുക. സോ നമുക്കിത് പ്രൂവ് ചെയ്യാം. ഫസ്റ്റ് സപ്പോസ് ദാറ്റ് എഫ് ഈസ് എ ഫിൽറ്റർ which contains the set A, which contains means A contained in F. ഈ ഒരു മീനിങ് അല്ല, A is an element in that filter എന്നാണ് മീൻ ചെയ്യുന്നത്. which consist of the set A എന്ന് വേണമെങ്കിലും ഉദ്ദേശിക്കും. and converges to X. അത് സെക്കൻഡ് പാർട്ട് ഞാനിവിടെ അസ്യൂം ചെയ്തു. ഇനി എനിക്ക് X belongs to A closure എന്ന് പ്രൂവ് ചെയ്യണം. we want to show that X belongs to A closure. ഇനി F converges to X ആണല്ലോ. F converges to X ആയതുകൊണ്ട് എക്സിൻ്റെ നെയ്ബർഹുഡ് സിസ്റ്റം അല്ലെങ്കിൽ നെയ്ബർഹുഡ് ഫിൽറ്റർ എവിടെ കണ്ടെയ്ൻഡ് ആയിരിക്കും? എഫിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഏത് നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും, എക്സിൻ്റെ ഏത് നെയ്ബർഹുഡ് യു കൺസിഡർ ചെയ്താലും അത് എവിടെ ഉണ്ടായിരിക്കും? എഫിൽ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ അസ്യൂം ചെയ്തു എ എഫിലുള്ളൊരു എലമെൻ്റ് ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ യുവും എയും എഫിലുള്ള എലമെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എവിടെ ഉണ്ടായിരിക്കണം? ഫിൽറ്ററിൽ, അതേ ഫിൽറ്ററിൽ തന്നെ ഉണ്ടായിരിക്കും. because the filters are closed under finite intersection, and this implies that നമുക്കറിയാം ഒരു ഫിൽറ്ററിൽ ഒരു സെറ്റ് വരണമെങ്കിൽ ആ സെറ്റ് നോൺ എംപ്റ്റി ആയിരിക്കണം. അപ്പോൾ യു ഇൻ്റർസെക്ഷൻ എ എഫിൽ ഉള്ളതുകൊണ്ട് യു ഇൻ്റർസെക്ഷൻ എ എന്തായിരിക്കും? വിച്ച് ഈസ് നോൺ എംപ്റ്റി. അതായത് എക്സിൻ്റെ ഏത് നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും വിച്ച് ഇൻ്റർസെക്ട്സ് വിത്ത് എ, അതായത് യു ഇൻ്റർസെക്ഷൻ എ നോൺ എംപ്റ്റി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കണ്ടീഷൻ ഏതെങ്കിലും ഒരു പോയിന്റിൻ്റെ നെയ്ബർഹുഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റ് എവിടെ ഉണ്ടായിരിക്കും? എ ക്ലോഷറിൽ ഉണ്ടായിരിക്കും, അല്ലേ? അത് ആക്ച്വൽ ഡെഫിനിഷൻ ഓഫ് എ പോയിന്റ് ആണ്, വിച്ച് ബിലോങ്സ് ടു ഒരു പോയിന്റ് എ ക്ലോഷറിൽ വരാനുള്ള ആക്ച്വൽ ഡെഫിനിഷനാണ് നമ്മൾക്കത്. ഓക്കെ, ഇനി നമ്മൾക്ക് നെക്സ്റ്റ് എന്താണ്? ഇപ്പോൾ നമുക്ക് എക്സ് ബിലോങ്സ് ടു എ ക്ലോഷർ എന്ന് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് എക്സ് ബിലോങ്സ് ടു എ ക്ലോഷർ എന്ന് അസ്യൂം ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു ഫിൽറ്റർ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു അസംഷനിൽ നിന്ന് അങ്ങനെ ഒരു ഫിൽറ്റർ കൺസ്ട്രക്ട് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഫിൽറ്ററിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഫിൽറ്റർ ബേസ് കൺസ്ട്രക്ട് ചെയ്യുന്നു, ദെൻ നമ്മൾ ആ ഒരു ഫിൽറ്ററിലോട്ട് പോകും. ഓക്കെ, സോ സപ്പോസ് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ക്ലോഷർ. നൗ the collection C, consider the collection C, which is defined by A intersection U such that U belongs to UX. എന്താണ്? എക്സിൻ്റെ ഓരോ നെയ്ബർഹുഡ് എടുക്കുക, ആ നെയ്ബർഹുഡ് എയുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സെറ്റ്സ് ആണ് ഈ ഒരു കളക്ഷനിൽ വരുന്നത്.
അപ്പോൾ ഇതൊരു ഫിൽറ്റർ ബേസ് ആയിരിക്കും. കാരണം നമുക്ക് പ്രൂഫ് നോക്കാം, ഇത് ഫിൽറ്റർ ബേസ് ആണ് എന്നതിനുള്ള പ്രൂഫ്. എക്സ് ബിലോങ്സ് ടു എ ക്ലോഷർ ആണ്. എക്സ് ബിലോങ്സ് ടു എ ക്ലോഷർ ആയതുകൊണ്ട് ഫോർ എനി നെയ്ബർഹുഡ് യു ഓഫ് എക്സ് എ ഇൻ്റർസെക്ഷൻ യു എന്ന് പറയുന്നത് നോൺ എം ടി ആയിരിക്കും. അതായത് ഈ കളക്ഷനിൽ വരുന്ന എല്ലാ സെറ്റ്സും എന്താണ്? നോൺ എം ടി സെറ്റ്സ് ആണ്. സോ സി ഈസ് എ നോൺ എം ടി കളക്ഷൻ ഓഫ് നോൺ എം ടി സെറ്റ്സ്. അപ്പോൾ ഫിൽറ്റർ ബേസ് ആണുള്ള ഒരു കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഒരു കണ്ടീഷൻ എന്താണ്? ഏത് രണ്ട് എലമെൻറ്റ് u1 u2 സിയിൽ നിന്ന് എടുത്താലും സിയിൽ നിന്ന് കൺസിഡർ ചെയ്താലും നമ്മൾക്ക് എന്താണ് ആ രണ്ട് സെറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷനിൽ കണ്ടെയ്ൻഡ് ആയിട്ട് വരുന്ന രീതിയിൽ ഒരു എലമെൻറ്റ് u3 സിയിലുണ്ടായിരിക്കണം. ഇതാണ് നമ്മൾക്ക് ഫിൽറ്റർ ബേസ് ആവാനുള്ളൊരു കണ്ടീഷൻ വരുന്നത്. അപ്പോൾ ഞാൻ രണ്ട് എലമെൻറ്റ്സ് ചൂസ് ചെയ്തു. ലെറ്റ് എ ഇൻ്റർസെക്ഷൻ u1 ആൻഡ് എ ഇൻ്റർസെക്ഷൻ u2 ബിലോങ്സ് ടു സി, വേർ u1 ആൻഡ് u2 ആർ ബിലോങ്സ് ടു ux. അപ്പോൾ ആ രണ്ട് എലമെൻറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമ്മൾക്കറിയാം എ ഇൻ്റർസെക്ഷൻ u1 ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ u2 ഇസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ u1 ഇൻ്റർസെക്ഷൻ u2. u1 ഇൻ്റർസെക്ഷൻ u2ഉം u1 u2ഉം നെയ്ബർഹുഡ്സ് ഓഫ് എക്സ് ആയതുകൊണ്ട് u1 ഇൻ്റർസെക്ഷൻ u2ഉം എക്സിൻ്റെ നെയ്ബർഹുഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ u1 ഇൻ്റർസെക്ഷൻ u2 എക്സിൻ്റെ നെയ്ബർഹുഡാണ്. സോ എ ഇൻ്റർസെക്ഷൻ u1 ഇൻ്റർസെക്ഷൻ u2 എവിടെ ഉണ്ടായിരിക്കും? സിയിലുണ്ടായിരിക്കും. സോ സി ഇസ് എ ഫിൽറ്റർ ബേസ്. അപ്പോൾ സി ഫിൽറ്റർ ബേസ് ആണ് എഴുതി. ഇനി നമ്മൾക്ക് എന്താണ് ആ ഫിൽറ്റർ ബേസ് ജനറേറ്റ് ചെയ്യുന്ന ഫിൽറ്റർ കൺസിഡർ ചെയ്യുക. കൺസിഡർ ദ ഫിൽറ്റർ എഫ് ജനറേറ്റഡ് ബൈ സി. വി ഹാവ് for each u in ux a intersection u belongs to c. അപ്പോൾ സി എന്ന് പറയുന്നത് സി ജനറേറ്റ് ചെയ്യുന്ന ഫിൽറ്റർ ബേസിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. ആൻഡ് ഈ സിയിൽ നമ്മൾക്ക് എ ഇൻ്റർസെക്ഷൻ യു ഉണ്ടെന്നും കിട്ടി അല്ലേ? അപ്പോൾ എ ഇൻ്റർസെക്ഷൻ യു എവിടെ ഉണ്ടായിരിക്കും? എഫിൽ ഉണ്ടായിരിക്കും. അതായത് ഫോർ ഈച്ച് യു ഇൻ യു എക്സ് എ ഇൻ്റർസെക്ഷൻ യു ബിലോങ്സ് ടു എഫ് എന്ന് നമ്മൾക്കിപ്പോൾ കിട്ടി. ഇനി ഈ എ ഇൻ്റർസെക്ഷൻ യു എന്ന് പറയുന്നത് വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ യു ആണല്ലോ അല്ലേ? ഇനി ഈ എഫിൽ എന്താണ്? ഈ എഫിൽ എ ഇൻ്റർസെക്ഷൻ യു ഉണ്ട് താനും. അപ്പം എഫ് ഫിൽറ്റർ ആയതുകൊണ്ട് ഫിൽറ്റേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ സൂപ്പർ സെറ്റ്സ് ആയതുകൊണ്ടും യു എവിടെ ഉണ്ടായിരിക്കണം? വിച്ച് ഈസ് ഓൾസോ ബിലോങ്സ് ടു എഫ് ആയിരിക്കണം. അതായത് എക്സിൻ്റെ എല്ലാ നെയ്ബർഹുഡ്സും എഫിൽ ഉണ്ടെന്ന് കിട്ടി. സോ യു എക്സ് കണ്ടെയ്ൻഡ് ഇൻ എഫ് എന്ന് കിട്ടി. അപ്പോൾ നമ്മൾക്കറിയാം ബൈ ദ ഡെഫിനിഷൻ ഓഫ് കൺവേർജൻസ് യു എക്സ് കണ്ടെയ്ൻഡ് ഇൻ എഫ് ആണെങ്കിൽ എഫ് കൺവേർജസ് ടു എക്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഫിൽറ്റർ എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട് എന്ന് കിട്ടി. ഓക്കെ, നൗ കൺസിഡർ. ഇപ്പോൾ നമ്മൾക്ക് ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വേണമെന്നില്ല, നമുക്ക് വേറെ സ്റ്റെപ്പ് യൂസ് ചെയ്യാം. എന്നാൽ ഇതിലൂടെ ഞാനൊന്ന് പറയാം. എക്സ് ബിലോങ്സ് ടു യു എക്സ് ആണല്ലോ. ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന നെയ്ബർഹുഡാണ് ദ ഹോൾ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് നെയ്ബർഹുഡ് ഓഫ് എക്സ് ആണ്. ഇപ്പം ഞാൻ എ ഇൻ്റർസെക്ഷൻ എക്സ് എടുക്കുകയാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു എ ആണ്. എ ഇൻ്റർസെക്ഷൻ എക്സ് സിയിലുണ്ടായിരിക്കും, അതായത് എ സിയിലുണ്ടായിരിക്കും. സി കണ്ടെയ്ൻഡ് ഇൻ എഫ് ആയതുകൊണ്ട് എ ബിലോങ്സ് ടു എന്തായിരിക്കും? എഫ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് പ്രൂവ് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു സ്റ്റെപ്പ് ഉണ്ട്. എ ഇൻ്റർസെക്ഷൻ യു നമ്മൾ കൺസിഡർ ചെയ്തല്ലോ. യു ഏത് നെയ്ബർഹുഡും ആയിക്കോട്ടെ, ഈ എ ഇൻ്റർസെക്ഷൻ യു എന്ന് പറയുന്നത് എയിൽ കണ്ടെയ്ൻഡ് ആണല്ലോ. ആൻഡ് എ ഇൻ്റർസെക്ഷൻ യു എന്ന് പറയുന്നത് ഫിൽറ്റർ എഫിലും ഉണ്ട്. അപ്പോൾ ഫിൽറ്റർ എഫ് ക്ലോസ്ഡ് അണ്ടർ സൂപ്പർ സെറ്റ്സ് ആയതുകൊണ്ടും എ ഇൻ്റർസെക്ഷൻ യു എയിൽ കണ്ടെയ്ൻഡ് ആയതുകൊണ്ട് നമ്മൾക്ക് എ യു എവിടെ ഉണ്ടായിരിക്കണം? എഫിൽ ഉണ്ടായിരിക്കണം. സോ എഫ് ഈസ് എ ഫിൽറ്റർ ഓൺ എക്സ് ആൻഡ് എ ബിലോങ്സ് ടു എഫ് ആൻഡ് എഫ് കൺവേർജസ് ടു എക്സ് എന്ന് നമ്മൾക്ക് കിട്ടി. സോ എക്സ് ബിലോങ്സ് ടു ദ ക്ലോഷർ ഓഫ് എ സെറ്റ് എ if and only if there is a filter f on x with a belongs to f and f converges to x. ഇവിടെ ഈ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കണ്ടെയ്ൻസ് എന്ന് എഴുതിയായിരുന്നു. വേണമെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ട് f is a filter for which a belongs to f എന്ന് എഴുതാം. കണ്ടെയ്ൻസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ a contains b contains എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു മീനിങ് വരുന്നുണ്ട്. a contained in b എന്നൊരു മീനിങ് വരുന്നുണ്ട്. സോ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ a belongs to f എന്ന് തന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ,
അപ്പോൾ ഈ ഒരു പ്രൂഫ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഫിൽറ്റേഴ്സും നെറ്റ്സും ഉണ്ട്. നമ്മൾ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫിൽറ്ററിനെയും നെറ്റിനെയും കമ്പൈൻ ചെയ്ത് ഒന്നിൽ നിന്ന് മറ്റൊന്ന് കൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഇതിലോട്ട് കൺസെപ്റ്റിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾക്കൊരു another term define ചെയ്യാനുണ്ട്. A filter which is generated by a function. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. Definition 16.35. Suppose that f from x to y is a function and f is a filter on x. The collection f of f such that f belongs to filter f. എന്താണ് നമ്മൾ ഏത് കളക്ഷനാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്? ഫിൽറ്റർ എഫിലുള്ള ഓരോ എലമെൻറ്റിൻ്റെയും ഇമേജ് സെറ്റ് കൺസിഡർ ചെയ്യാം. ആ ഇമേജ് സെറ്റ്സിൻ്റെ കളക്ഷനാണ് നമ്മളിവിടെ ഇപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് എ ഫിൽറ്റർ ബേസ് ഓൺ വൈ. ഈ കളക്ഷൻ ഇപ്പോൾ ഈ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ആയതുകൊണ്ട് നമ്മൾ ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന കളക്ഷൻ എന്തായിരിക്കും? ഈച്ച് ഓഫ് ദാറ്റ് സെറ്റ് എഫ് ഓഫ് എഫ് എന്ന് പറയുന്നത് വൈയുടെ സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കളക്ഷൻ വൈയുടെ സബ്സെറ്റ്സിൻ്റെ കളക്ഷനാണ്. നമ്മൾക്ക് ഈ ഒരു കളക്ഷൻ ഫിൽറ്റർ ബേസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രൂഫ് നോക്കാം. അപ്പോൾ ഫിൽറ്റർ ബേസ് ആയിരിക്കും കാരണം ഈ ഒരു ഫംഗ്ഷൻ എന്തായാലും എഫ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫ് ഓഫ് എന്തായാലും എന്താണ്? നോൺ എംപ്റ്റി ആണ്. എഫ് ഓഫ് എഫ് എന്തായാലും നോൺ എംപ്റ്റി സെറ്റ് ആണ്. ആൻഡ് ദിസ് കളക്ഷൻ ഇസ് എ നോൺ എംപ്റ്റി കളക്ഷൻ ഓഫ് നോൺ എംപ്റ്റി സെറ്റ്സും ആണ്. ഇനി നമ്മൾക്ക് എന്താണ്? ഏത് രണ്ട് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും ആ ഒരു എലമെൻറ്റിൽ കണ്ടെയ്ൻഡ് ആയിട്ട് വരുന്ന രീതിയിലൊരു ആ രണ്ട് എലമെൻറ്റിൻ്റെ ഇൻ്റർസെക്ഷനിൽ കണ്ടെയ്ൻഡ് ആയിട്ട് വരുന്ന രീതിയിലൊരു എനത്തൊരു എലമെൻറ്റ് ഈ സെറ്റിൽ ഉണ്ടെന്ന് പറയണം. അപ്പോൾ ഞാൻ ഈ സെറ്റിൽ നിന്ന് രണ്ട് എലമെൻറ്റ് കൺസിഡർ ചെയ്തു. എഫ് ഓഫ് എഫ് വണ്ണും എഫ് ഓഫ് എഫ് ടുവും. അപ്പോൾ എഫ് വണ്ണും എഫ് ടുവും എന്താണ്? വിച്ച് ബിലോങ്സ് ടു ദ ഫിൽറ്റർ എഫ് ആണ്. അപ്പോൾ എഫ് വൺ ഇൻ്റർസെക്ഷൻ എഫ് ടുവും എവിടെ ഉണ്ടായിരിക്കും? ഫിൽറ്റർ എഫിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എഫ് ഓഫ് എഫ് വൺ ഇൻ്റർസെക്ഷൻ എഫ് ടു എവിടെ ഉണ്ടായിരിക്കും? നമ്മൾ ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ കളക്ഷനിൽ ഉണ്ടായിരിക്കും, ഈ ഇമേജ് സെറ്റ്സിൻ്റെ കളക്ഷനിൽ. ആൻഡ് എഫ് ഓഫ് എഫ് വൺ ഇൻ്റർസെക്ഷൻ എഫ് ഓഫ് എഫ് ടുവിൽ നമ്മൾക്ക് എന്താണ്? എഫ് ഓഫ് എഫ് വൺ ഇൻ്റർസെക്ഷൻ എഫ് ടു കണ്ടെയ്ൻഡും ആണ്. അപ്പോൾ എന്ത് കിട്ടി? ഏത് രണ്ട് എലമെൻ്റ് ഈ കളക്ഷനിൽ എടുത്താലും ആ കളക്ഷൻ്റെ ഇൻ്റർസെക്ഷനിൽ കണ്ടെയ്ൻഡ് ആയിട്ട് വരുന്ന രീതിയിൽ എനദർ എലമെൻറ്റ് ഇതേ കളക്ഷനിൽ ഉണ്ടെന്ന് കിട്ടി. സോ ദിസ് ഈസ് എ ഫിൽറ്റർ ബേസ് ഓൺ വൈ. അപ്പോൾ നമുക്കിത് ഫിൽറ്റർ ബേസ് ഓൺ വൈ ആണെന്ന് കിട്ടി. അപ്പോൾ ഈ ഫിൽറ്റർ ബേസ് ജനറേറ്റ് ചെയ്യുന്ന ഫിൽറ്റർ ഓൺ വൈ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിനെയാണ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? എഫ് ഓഫ് എഫ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. നെയിമിംഗ് ഒന്നും പറയുന്നില്ല. ദ ഫിൽറ്റർ ഓൺ വൈ ജനറേറ്റഡ് ബൈ ദിസ് ഫിൽറ്റർ ബേസ്. ദ ഫിൽറ്റർ ഓൺ വൈ ജനറേറ്റഡ് ബൈ this filter base is denoted by f of f. Okay, f of f ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്ന് പറയുന്നുള്ളൂ. അതിന് പ്രത്യേക നെയിമിംഗ് ഒന്നും പറയുന്നില്ല. സോ ആക്ച്വലി നമ്മളൊരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഒരു ന്യൂ ഫിൽറ്റർ ഓൺ വൈ ജനറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്, വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് ഫംഗ്ഷൻ. നമ്മൾക്കിനി നെക്സ്റ്റ് ഈ ഫംഗ്ഷൻ്റെ ടേമിൽ പറഞ്ഞത് കൊണ്ട് നെക്സ്റ്റ് എന്തായിരിക്കും? നമ്മളിപ്പോൾ കൺവേർജൻസ് ഡിസ്കസ് ചെയ്തു, നെറ്റ്സിലും സീക്വൻസിലും എല്ലാം പറഞ്ഞിരിക്കുന്ന കൺവേർജൻസും ഫിൽറ്ററിൽ ഡിസ്കസ് ചെയ്തു, ക്ലസ്റ്റർ പോയിന്റും ഡിസ്കസ് ചെയ്തു. ഇതേ ഇപ്പോൾ തൊട്ട് മുന്നേ ഒരു പോയിന്റ് ഒരു സെറ്റിൻ്റെ ക്ലോഷറിൽ വരാനുള്ള കണ്ടീഷൻ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് കൊണ്ട്
നമ്മൾ നെക്സ്റ്റ് എന്തായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ദ കണ്ടിന്യൂറ്റി ഓഫ് എ ഫങ്ഷൻ, an equivalent condition for a function to be continuous at a point in terms of filters. So നമ്മൾക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. Suppose x and y are spaces. F from x to y is a function and x belongs to x. Then the function f is continuous at x if and only if whenever a filter f converges to x in x, we have that the filter f of f converges to the point f of x in y. എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? എ ഫങ്ഷൻ എഫ് ആ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്താണ്? വെനെവർ എഫ് കൺവേർജസ് ടു എക്സ്, എഫ് ഓഫ് എഫ് എന്ന് പറയുന്ന ആ ഒരു ഫിൽറ്റർ എങ്ങോട്ട് കൺവേർജ് ചെയ്യണം? എഫ് ഓഫ് എക്സിലോട്ട് കൺവേർജ് ചെയ്യണം. വെനെവർ എഫ് കൺവേർജസ് ടു എക്സ് ഇൻ എക്സ്, എഫ് ഓഫ് എഫ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് ഇൻ വൈ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് പ്രൂഫിലോട്ട് വരാം. Suppose that f is continuous at x and f converges to x. അപ്പോൾ ഞാൻ എഫ് കണ്ടിന്യൂസ് ആണെന്ന് എടുത്തു. ഇനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? വെനെവർ ദ ഫിൽറ്റർ എഫ് കൺവേർജസ് ടു എക്സ്, എഫ് ഓഫ് എഫ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു ഫിൽറ്റർ എഫ് കൺസിഡർ ചെയ്തു, എഫ് കൺവേർജസ് ടു എക്സ് എന്ന് അസ്യൂം ചെയ്തു, വിച്ച് കൺവേർജസ് ടു എക്സ്. അപ്പോൾ നമ്മൾക്ക് ഇനി എഫ് ഓഫ് എഫ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് എന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് പറഞ്ഞാൽ മതി? എഫ് ഓഫ് എക്സിൻ്റെ ഏത് നെയ്ബർഹുഡ് വി കൺസിഡർ ചെയ്താലും വി എവിടെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി? വി ബിലോങ്സ് ടു എഫ് ഓഫ് എഫ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, we need to prove that f of f converges to f of x. For that, it is enough to prove that any neighborhood v of f of x is in f of x. So consider a neighborhood v of f of x. We assumed that f is continuous. F is continuous at x. എക്സിൽ ഈ ഒരു ഫംഗ്ഷൻ എഫ് കണ്ടിന്യൂസ് ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബൈ ദ ഡെഫിനിഷൻ ഓഫ് കണ്ടിന്യൂറ്റി വി ഹാവ് therefore corresponding to this neighborhood v of f of x, there exists a neighborhood u of f of x such that f of u is contained in v. അപ്പോൾ by the continuity of a function നമ്മൾക്കറിയാം എഫ് ഓഫ് എക്സിൻ്റെ ഏത് നെയ്ബർഹുഡ് വി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ആ നെയ്ബർഹുഡിൽ കണ്ടെയ്ൻഡ് ആയിട്ട് വരുന്ന രീതിയിൽ ഒരു എഫ് ഓഫ് യു എക്സിസ്റ്റ് ചെയ്യും. ഫോർ സം നെയ്ബർഹുഡ് യുവിന് എഫ് ഓഫ് യു കണ്ടെയ്ൻഡ് ഇൻ വി ആയിട്ട് വരുമെന്നത്. ആൻഡ് എക്സ് ബിലോങ്സ് ടു എന്തായിരിക്കണം? യു ഇസ് എ നെയ്ബർഹുഡ് ഓഫ് എക്സും ആയിരിക്കണം. അപ്പോൾ ആ ഒരു ഡെഫിനേഷൻ പ്രകാരം നമ്മൾക്ക് എന്ത് കിട്ടും? ദർ എക്സിസ്റ്റ് ഇൻ നെയ്ബർഹുഡ് യു ഓഫ് എക്സ്, നോട്ട് എഫ് ഓഫ് എക്സ്, u of x such that f of u contained in v. അപ്പോൾ നമ്മൾക്കറിയാം ഇത്തരത്തിലുള്ള എഫ് ഓഫ് ഒരു ഫിൽറ്റർ ഓക്കെ എഫ് ഓഫ് യു കണ്ടെയ്ൻഡ് ഇൻ വി എന്ന് കിട്ടി. ഇനി സിൻസ് ദ ഫിൽറ്റർ എഫ് കൺവേർജസ് ടു എക്സ്, ഈ ഒരു ഫിൽറ്റർ എഫ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. So by the definition of convergence of a filter, ux, the neighborhood system of x contained in f ആയിരിക്കും അല്ലേ? അപ്പോൾ എന്താണ്? each u belongs to എന്താണ്? f ആയിരിക്കും. For each neighborhood u of x, u belongs to f ആയിരിക്കും. u belongs to f ആയതുകൊണ്ട് f of u എവിടെ ഉണ്ടായിരിക്കും? f of f ൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഏത് നെയ്ബർഹുഡ് for any neighborhood u of x, f of u എവിടെ ഉണ്ടെന്ന് കിട്ടി? f of f ൽ ഉണ്ടെന്ന് കിട്ടി. ഇനി ഈ f of f ഫിൽറ്റർ ആണ്. അപ്പോൾ ഫിൽറ്റർ ആയതുകൊണ്ട് വിച്ച് ഈസ് ക്ലോസ്ഡ് അണ്ടർ സൂപ്പർ സെറ്റ്സ് ആയിരിക്കും.
അപ്പോൾ എഫ് ഓഫ് യു കണ്ടെയ്ൻഡ് ഇൻ വി ആയതുകൊണ്ട് വി യു എവിടെ ഉണ്ടായിരിക്കണം? എഫ് ഓഫ് എഫിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ഈ ഒരു വി നമ്മൾ ആർബിട്രേറ്റ് ചൂസ് ചെയ്തായിരുന്നു. സോ എഫ് ഓഫ് എക്സിൻ്റെ ഏത് നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും ആ നെയ്ബർഹുഡ് എവിടെ ഉണ്ടായിരിക്കും? ഈ ഒരു ഫിൽറ്ററിലുണ്ടായിരിക്കും. അതായത് യു എഫ് ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് എക്സിൻ്റെ നെയ്ബർഹുഡ് സിസ്റ്റം വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എഫ് ഓഫ് എഫ് എന്ന് എഴുതി. So by the definition of convergence of a filter, we can say that f of f converges to f of x. ഇപ്പോൾ നമ്മൾക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? If a function f is continuous at a point x, then whenever a filter f converges to x in the space x, the filter f of f converges to the point f of x in y എന്ന് കിട്ടി. ഇനി നമ്മൾക്ക് ഈ ഒരു പാർട്ട് അസ്യൂം ചെയ്തിട്ട് എഫ് ആ ഒരു പോയിന്റ് എക്സിൽ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഫോർ ദ കോൺവേഴ്സ്, സപ്പോസ് വി ഹാവ് ദ ഫിൽറ്റർ കൺവേർജൻസ് പ്രോപ്പർട്ടി. ഓക്കെ, ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഏത്? ഫോർ എനി ഫിൽറ്റർ എഫ് കൺവേർജസ് ടു എക്സ്, എഫ് ഓഫ് എഫ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് എന്ന ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇനി നമ്മൾക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് വേണ്ടത്? ഫോർ എനി നെയ്ബർഹുഡ് വി ഓഫ് എഫ് ഓഫ് എക്സ്, ദർ എക്സിസ്റ്റ് എ നെയ്ബർഹുഡ് യു ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് യു കണ്ടെയ്ൻഡ് ഇൻ വി എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ലെറ്റ് V be a neighborhood of f of x. Since ux is a filter on x, ux എന്താണ്? ux itself ഒരു ഫിൽറ്റർ ആണെന്ന് നമ്മൾക്കറിയാം. ആൻഡ് ux എന്താണ്? എക്സിലോട്ട് കൺവേർജ് ചെയ്യുകയും ചെയ്യും ആണല്ലോ. ux ഫിൽറ്റർ ആണ് ആൻഡ് ux itself converges to x ആണ്. അപ്പോൾ നമ്മളുടെ അസംഷൻ പ്രകാരം എഫ് ഓഫ് യു എക്സ് എന്താണ്? എഫ് ഓഫ് യു എക്സ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ്. വെറും എക്സ് അല്ല, എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് യു എക്സ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് ആണ്. ഇനി ബൈ ദ ഡെഫിനേഷൻ ഓഫ് കൺവേർജൻസ്, ഇപ്പോൾ ഒരു ഫിൽറ്റർ എഫ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എഫ് കൺവേർജസ് ടു എക്സ് ആണെങ്കിൽ എക്സിൻ്റെ നെയ്ബർഹുഡ് സിസ്റ്റം എഫിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. അതായത് എക്സിൻ്റെ ഏത് നെയ്ബർഹുഡ് യു എടുത്താലും വിച്ച് ബിലോങ്സ് ടു ദ ഫിൽറ്റർ എഫ് ആയിരിക്കും. ഇവിടെ നമ്മൾക്ക് എന്താണ്? എഫ് ഓഫ് യു എക്സ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് എന്നുണ്ട്. അപ്പോൾ അത് പ്രകാരം എഫ് ഓഫ് എക്സിൻ്റെ ഏത് നെയ്ബർഹുഡ് എടുത്താലും അത് എവിടെ ഉണ്ടായിരിക്കും? ഈ ഫിൽറ്ററിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന വി യു എവിടെ ഉണ്ടായിരിക്കും? ഈ ഒരു ഫിൽറ്ററിലുണ്ടായിരിക്കും. സോ വി ബിലോങ്സ് ടു എഫ് ഓഫ് യു എക്സ് എന്ന് കിട്ടി. ഇനി എഫ് ഓഫ് യു എക്സിലുള്ള എലമെൻറ്റ്സ് എല്ലാം എന്താണ്? എഫ് ഓഫ് യു എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? നമ്മൾക്ക് എഫ് ഓഫ് യു സച്ച് ദാറ്റ് യു ബിലോങ്സ് ടു യു എക്സ്. ഈ ഒരു ഫിൽറ്റർ ബേസ് ജനറേറ്റ് ചെയ്യുന്ന ഫിൽറ്റർ ആണ് എഫ് ഓഫ് യു എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഓഫ് യു എക്സിൽ ഒരു എലമെൻറ്റ് എഫ് വരണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഫോർ സം നെയ്ബർഹുഡ് യു, അതായത് ഫോർ സം യു ഇൻ യു എക്സ് എഫ് ഓഫ് യു കണ്ടെയ്ൻഡ് ഇൻ എഫ് ആയിരിക്കും. എങ്കിൽ മാത്രമേ എഫ് ഈ ഒരു ഫിൽറ്ററിൽ വരത്തുള്ളൂ. ഇപ്പോൾ വി ബിലോങ്സ് ടു എഫ് ഓഫ് യു എക്സ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ്? ബൈ ദ ഡെഫിനിഷൻ ഓഫ് ദ ഫിൽറ്റർ ജനറേറ്റഡ് ബൈ എ ഫിൽറ്റർ ബേസ് ദർ എക്സിസ്റ്റ് എ യു ഇൻ യു എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് യു ഈസ് കണ്ടെയ്ൻഡ് ഇൻ വി. അപ്പോൾ ഇത്തരത്തിൽ ഏത് നെയ്ബർഹുഡ് എഫ് ഓഫ് എക്സിൻ്റെ ഏത് നെയ്ബർഹുഡ് എടുത്താലും നമ്മൾക്ക് എന്താണ്? എക്സിൻ്റെ ഒരു നെയ്ബർഹുഡ് യു കിട്ടും സച്ച് ദാറ്റ് എഫ് ഓഫ് യു ഈസ് കണ്ടെയ്ൻഡ് ഇൻ വി. സോ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ്. അപ്പോൾ നമ്മൾക്കൊരു ഫങ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആവാനുള്ള ഒരു ഈവൻ ഓൺലി കണ്ടീഷൻ എന്താ? ഇൻ ടേംസ് ഓഫ് ഫിൽറ്റേഴ്സിൽ കിട്ടി. അതെന്താണ്? വെനെവർ എ ഫിൽറ്റർ എഫ് കൺവേർജസ് ടു എ പോയിന്റ് എക്സ്, എഫ് ഓഫ് എഫ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പ്രൂഫ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് റിസൾട്ടാണ്. ഇപ്പോൾ നമ്മൾ ഫിൽറ്റേഴ്സ് ഓൺ എ സ്പേസ് ഡിസ്കസ് ചെയ്തു. ഇനി അത് പ്രൊഡക്റ്റ് സ്പേസിലോട്ട് വരുമ്പോൾ ആ പ്രൊഡക്റ്റ് സ്പേസിൽ ഒരു ഫിൽറ്റർ കൺവേർജൻ്റ് ആവാനുള്ള ഒരു ഇക്വലൻറ്റ് കണ്ടീഷൻ. സോ
So suppose f is a filter in the product space product over alpha in A x alpha. Then the filter f converges in this product space if and only if the filter pi alpha of f converges in the space x alpha for every alpha in A. അപ്പോൾ നമ്മൾക്ക് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? ഞാൻ പ്രൊഡക്റ്റ് സ്പേസ് കൺസിഡർ ചെയ്തു. ഞാൻ ആ പ്രൊഡക്റ്റ് സ്പേസിന് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. പ്രൊഡക്റ്റ് ഓവർ ആൽഫ ഇൻ എ എക്സ് ആൽഫനെ ഞാൻ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ എക്സിലുള്ളൊരു ഫിൽറ്റർ എഫ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രൊജക്ഷൻ മാപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ പ്രൊജക്ഷൻ മാപ്പ് എക്സിൽ നിന്ന് എക്സ് ആൽഫയിലോട്ടുള്ള മാപ്പാണ്. അപ്പോൾ നമ്മൾക്ക് ഈ പ്രൊജക്ഷൻ മാപ്പ് വെച്ചിട്ട് പൈ ആൽഫ ഓഫ് എഫ് കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലേ? ഈ ഒരു ഫിൽറ്റർ കൺസിഡർ ചെയ്യാൻ പറ്റും. ഇത് എവിടെയുള്ള ഫിൽറ്റർ ആയിരിക്കും? എക്സ് ആൽഫയിലുള്ള ഫിൽറ്റർ ആയിരിക്കും. അപ്പോൾ ഫോർ ഈച്ച് ആൽഫ ഇൻ എ പൈ ആൽഫ ഓഫ് എഫ് എക്സ് ആൽഫയിലുള്ളൊരു ഫിൽറ്ററാണ്. അപ്പോൾ ഈ തിയറി എന്താണ് പറയുന്നത്? ഈ ഒരു ഫിൽറ്റർ എക്സിൽ കൺവേർജ് ചെയ്യാനുള്ള ഇഫ് ആൻഡ് നോൺ ഇഫ് കണ്ടീഷൻ എന്താണ്? ഈ ഫിൽറ്റർ ഫോർ ഈച്ച് ആൽഫ ഇൻ എ പൈ ആൽഫ ഓഫ് എഫ് കൺവേർജസ് ഇൻ എക്സ് ആൽഫ ആണ് അതിനുള്ള ഇക്വലൻറ്റ് കണ്ടീഷൻ. ഓക്കെ, സോ എഫ് കൺവേർജസ് ഇൻ ദ പ്രൊഡക്റ്റ് സ്പേസ് if and only if pi alpha of f converges in x alpha for each alpha in A. അപ്പോൾ നമുക്ക് പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. We have pi alpha from this product space to x alpha is continuous for each alpha in A. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ പ്രൊഡക്റ്റ് സ്പേസ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പൈ ആൽഫകളെല്ലാം തന്നെ കണ്ടിന്യൂസ് ഫങ്ഷനാണ്. നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത റിസൾട്ട് പ്രകാരം എഫ് ഇപ്പോൾ എന്താണ് ഏതെങ്കിലും ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ തന്നെ ഈ എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്ന ഏത് ഫിൽറ്റർ എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിലോട്ട് കൺവേർജ് ചെയ്യും. അതായത് എഫ് ഓഫ് എഫ് കൺവേർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ പൈ ആൽഫ എന്ന് പറയുന്നത് ഹോൾ പ്രൊഡക്റ്റ് സ്പേസിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫങ്ഷനാണ്. അപ്പോൾ ഞാൻ ഏത് ഫിൽറ്റർ കൺവേർജ് ചെയ്യുന്ന ഏത് ഫിൽറ്റർ എടുത്തു കഴിഞ്ഞാലും അത് സം എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നതാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് സ്പേസിൽ സം എക്സിലോട്ടാണോ കൺവേർജ് ചെയ്യുന്നതെങ്കിൽ ബൈ യൂസിങ് ദിസ് റിസൾട്ട് വി ക്യാൻ സേ ദാറ്റ് പൈ ആൽഫ ഓഫ് എഫ് കൺവേർജസ് ടു പൈ ആൽഫ ഓഫ് എക്സ് ഇൻ എക്സ് ആൽഫ ഫോർ ഈച്ച് ആൽഫ ഇൻ എ. അപ്പോൾ ഈ ഒരു റിസൾട്ടിൻ്റെ വൺ സൈഡ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ഇതിൻ്റെ കോൺവേഴ്സ് പ്രൂവ് ചെയ്യണം. നൗ വി നീഡ് ടു പ്രൂവ് ദാറ്റ് for a filter f on this product space if pi alpha of f converges in x alpha for each alpha in A. Okay, 1 minute. We need to prove that for a filter f on the product space pi alpha of f converges to x alpha converges in x alpha for each alpha in A implies f converges in this product space. That is for each alpha in A ഈ ഒരു കൺവേർജൻസ് implies the convergence of f in this product space എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. So suppose f is a filter in the product space product over alpha in A x alpha, and suppose pi alpha of f converges to x alpha for each alpha in A. ഓക്കെ, അപ്പോൾ നമ്മൾ പൈ ആൽഫ ഓഫ് എഫ് കൺവേർജ് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്തു. ആ കൺവേർജ് ചെയ്യുന്നത് എക്സ് ആൽഫയിലോട്ടാണെന്നും അസ്യൂം ചെയ്തു. നൗ ഈ ഒരു എക്സ് ആൽഫാസ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, ഈ ഒരു പോയിന്റ്. അപ്പോൾ ഈ പോയിൻറ്റ്സ് കോർഡിനേറ്റ് ആയിട്ട് വരുന്ന എക്സ് കൺസിഡർ ചെയ്യുക. ദിസ് വിൽ ബി ഇൻ ദ പ്രൊഡക്റ്റ് സ്പേസ്. So consider the point x is equal to x alpha such that alpha belongs to A in the product space. We wish to show that f converges to x. നമ്മൾക്ക് ഈ ഒരു ഫിൽറ്റർ എക്സിലോട്ട് കൺവേർജ് ചെയ്യും, ഈ പോയിന്റ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ let
യു ബി എ ബേസിക് ഓപ്പൺ സെറ്റ് ഇൻ ദ പ്രൊഡക്റ്റ് സ്പേസ്. ഞാൻ പ്രൊഡക്റ്റ് സ്പേസിലുള്ള ഒരു ബേസിക് ഓപ്പൺ സെറ്റ് എടുത്തു വിച്ച് കണ്ടെയ്നിങ് എക്സിനെ കണ്ടെയ്ൻ ചെയ്തൊരു ബേസിക് ഓപ്പൺ സെറ്റ് ഞാനിവിടെ കൺസിഡർ ചെയ്തു. അപ്പോൾ പ്രൊഡക്റ്റ് സ്പേസിലുള്ള ബേസിക് ഓപ്പൺ സെറ്റ്സുകളെല്ലാം ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടാവുക എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ യു ഇസ് ഈക്വൽ ടു ഇൻ്റർസെക്ഷൻ ഓവർ കെ ഇസ് ഈക്വൽ ടു 1 to n pi alpha k inverse of u alpha k, where u alpha k is open in x alpha k and which contains x alpha k. കാരണം എന്താണ്, u contains x അല്ലേ, അപ്പോൾ u alpha k contains x alpha k. സോ എന്താണ്, u എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും ആൻഡ് ഈച്ച് ഓഫ് ദിസ് യു ആൽഫ കേസ് എക്സ് ആൽഫ കെയിൽ ഓപ്പൺ ആയിരിക്കും ആൻഡ് യു ആൽഫ കേസ് എക്സ് ആൽഫ കെനെ കണ്ടെയ്ൻ ചെയ്യുകയും ചെയ്യും. ഇനി നമ്മൾ അസ്യൂം ചെയ്തത് പ്രകാരം നമ്മൾക്ക് എന്തറിയാം, പൈ ആൽഫ കെ കൺവേർജസ് ടു എക്സ് ആൽഫ കെ ആണെന്നറിയാം അല്ലേ. അപ്പോൾ പൈ ആൽഫ കെ ഓഫ് എഫ് കൺവേർജസ് ടു യു എക്സ് ആൽഫ കെ ആയതുകൊണ്ട് നമ്മൾക്ക് എന്തറിയാം, എക്സ് ആൽഫ കെനെ കണ്ടെയ്ൻ ചെയ്യുന്ന എക്സ് ആൽഫ കെയുടെ ഏത് നെയ്ബർഹുഡ് എടുത്താലും അത് ഈ ഒരു ഫിൽറ്ററിൽ ഉണ്ടായിരിക്കും അല്ലേ. അതായത് നമ്മൾ അന്നേരം ഈ യു ആൽഫ കെ ഓപ്പൺ സെറ്റ് യു ആൽഫ കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതും എന്താണ്, എക്സ് ആൽഫ കെയുടെ നെയ്ബർഹുഡാണ്. ഇപ്പോൾ യു ആൽഫ കെയോ എവിടെ ഉണ്ടായിരിക്കും, പൈ ആൽഫ കെ ഓഫ് എഫിലുണ്ടായിരിക്കും. Okay, since pi alpha k of f converges to x alpha k, u alpha k also belongs to what, pi alpha k of f, and this is true for each k, and this implies that u alpha k belongs to pi alpha k of f. This implies that നമ്മൾക്കറിയാം ഇതിൽ ഒരു നോക്കുക, എഫ് ഓഫ് എഫിൽ ഈ ഒരു ഫിൽറ്ററിൽ ഒരു എലമെൻ്റ് എഫ് വരണമെങ്കിൽ എന്താണ്, there exists some f dash in f such that f of f dash is contained in f ആയിരിക്കണം. എങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, എഫ് എന്ന് പറയുന്നൊരു സെറ്റ് ഈ ഒരു കളക്ഷനിൽ വരത്തുള്ളൂ. അപ്പോൾ അത് പ്രകാരം നമ്മൾക്ക് യു ആൽഫ കെ എന്ന് പറയുന്നത് പൈ ആൽഫ കെ ഓഫ് എഫിൽ ഉണ്ടെന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്, there exists a there exists a fk in what, fk in f such that pi alpha k of fk contained in u alpha k, and for each k is equal to 1 to etc n such an fk exists. അപ്പോൾ പൈ ആൽഫ കെ ഓഫ് എഫ് കെ കണ്ടെയ്ൻഡ് ഇൻ യു ആൽഫ കെ എന്നല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻവേഴ്സ് ഇമേജ് എടുക്കുമ്പോൾ നമ്മൾ രണ്ട് സൈഡിലും പൈ ആൽഫ കെ ഇൻവേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും, എഫ് കെ ഈസ് കണ്ടെയ്ൻഡ് ഇൻ പൈ ആൽഫ കെ ഇൻവേഴ്സ് ഓഫ് യു ആൽഫ കെ എന്ന് വരും. ഓക്കെ, ഈ ഇക്വേഷനിൽ രണ്ട് സൈഡിലും പൈ ഇൻവേഴ്സ് കൺസിഡർ ചെയ്യുക, പൈ ആൽഫ കെ ഇൻവേഴ്സ് കൺസിഡർ ചെയ്യുക. അപ്പോൾ പൈ ആൽഫ കെ ഇൻവേഴ്സ് ഓഫ് പൈ ആൽഫ കെ ഓഫ് എഫ് കെ എന്ന് വരും. അതെന്താണ്, എഫ് കെ ആണ്. ആൻഡ് എഫ് കെ കണ്ടെയ്ൻഡ് ഇൻ എന്തെന്ന് വരും, പൈ ആൽഫ കെ ഇൻവേഴ്സ് ഓഫ് യു ആൽഫ കെ എന്ന് വരും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾക്ക് എന്താണ്, ഫോർ ഈച്ച് കെ ഇസ് ഈക്വൽ ടു 1 to etc n ദിസ് ഇസ് ട്രൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എഫ് കേസിൻ്റെ എല്ലാം ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതെവിടെ ഉണ്ടായിരിക്കും, ഈ ഒരു ഇൻ്റർസെക്ഷനിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. അതായത് നമ്മളിങ്ങനെ എഴുതത്തില്ലേ, ഇപ്പോൾ എ കണ്ടെയ്ൻഡ് ഇൻ ബിയും സി കണ്ടെയ്ൻഡ് ഇൻ ഡിയും ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ സി ഈസ് കണ്ടെയ്ൻഡ് ഇൻ വാട്ട്, ബി ഇൻ്റർസെക്ഷൻ ഡി. അതുപോലെ തന്നെ ഇവിടെ ഒരു n എലമെൻറ്റ്സ് വെച്ച് പറയുന്നു എന്ന് മാത്രം. എഫ് കെ കണ്ടെയ്ൻഡ് ഇൻ പൈ ആൽഫ കെ ഇൻവേഴ്സ് ഓഫ് യു ആൽഫ കെ ഫോർ ഈച്ച് കെ ഇസ് ഈക്വൽ ടു 1 to etc n. Therefore their intersection is contained in the intersection k is equal to 1 to n pi alpha k inverse of u alpha k. And ഇത് എന്താണ്, this is equal to u ആണ് അല്ലേ. അപ്പോൾ എന്ത് കിട്ടി, intersection k is equal to 1 to etc n എഫ് കെ is contained in u എന്ന് കിട്ടി. ഇനി എഫ് കേസ് അല്ലേ എവിടെ നിന്നായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്, ഫിൽറ്റർ എഫിലുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഫിൽറ്റർ ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ആയതുകൊണ്ട് ആൻഡ് എഫ് കെ ബിലോങ്സ് ടു എഫ് ഫോർ ഈച്ച് കെ ആയതുകൊണ്ടും ദർ ഇൻ്റർസെക്ഷൻ ഈസ് ഓൾസോ ബിലോങ്സ് ടു എഫ് അല്ലേ. അപ്പോൾ ഈ ഒരു ഇൻ്റർസെക്ഷൻ എഫിൽ ഉണ്ടായിരിക്കും.
അപ്പോൾ ഈ ഇൻ്റർസെക്ഷൻ ഞാനിപ്പോൾ ഇതിനെ സം എഫ് എന്ന് ഡിനോട്ട് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ എഫ് ബിലോങ്സ് ടു എഫ് എന്ന് കിട്ടി ആൻഡ് എഫ് കണ്ടെയ്ൻഡ് ഇൻ യു ആണ്. അപ്പോൾ ഫിൽറ്റേഴ്സ് എല്ലാം ക്ലോസ്ഡ് അണ്ടർ സൂപ്പർ സെറ്റ്സ് ആയതുകൊണ്ട് യു എവിടെ ഉണ്ടായിരിക്കണം? എഫിൽ ഉണ്ടായിരിക്കണം. സോ ഫ്രം ദിസ് വി ക്യാൻ സേ ദാറ്റ് u is equal to intersection over k is equal to 1 to n pi alpha k inverse of u alpha k belongs to f എന്ന് കിട്ടി. അപ്പോൾ എല്ലാ ഓപ്പൺ സെറ്റ്സുകളും എഫിൽ ഉണ്ടെന്ന് കിട്ടി. അതെ, എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ബേസിക് ഓപ്പൺ സെറ്റ്സുകളും എഫിൽ ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ എല്ലാ നെയ്ബർഹുഡ്സും ഇവിടെ ഉണ്ടായിരിക്കും? എഫിൽ ഉണ്ടായിരിക്കും. സോ യു എക്സ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എഫ്. കാരണം എന്താണ്? ഇപ്പം നമ്മൾക്ക് ബേസിക് ഓപ്പൺ സെറ്റ് എഫിൽ ഉണ്ടെന്ന് കിട്ടി. ഇനി എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സം നെയ്ബർഹുഡ് യു ഡാഷ് കൺസിഡർ ചെയ്തു എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ആ ഒരു നെയ്ബർഹുഡ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ആ നെയ്ബർഹുഡിൽ കണ്ടെയ്ൻഡ് ആയിട്ട് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നൊരു ബേസിക് ഓപ്പൺ സെറ്റ് ഉണ്ടായിരിക്കത്തില്ലേ? അപ്പോൾ ഈ ബേസിക് ഓപ്പൺ സെറ്റ്സ് എഫിൽ ഉള്ളത് കൊണ്ടും എഫ് ഫിൽറ്റർ ആയതുകൊണ്ടും ഫിൽറ്റേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ സൂപ്പർ സെറ്റ്സ് ആയതുകൊണ്ടും യു ഡാഷും എവിടെ ഉണ്ടായിരിക്കണം? ഫിൽറ്ററിലുണ്ടായിരിക്കണം. സോ ഇൻഡയറക്റ്റ് നമ്മൾക്ക് എന്ത് പറയാം? ഇൻഡയറക്റ്റ് എന്നല്ല, ഡയറക്റ്റ് ആയിട്ട് നമ്മൾക്ക് എന്ത് പറയാം? എക്സിൻ്റെ എല്ലാ നെയ്ബർഹുഡ്സും എഫിൽ തന്നെ ഉണ്ടായിരിക്കും എന്ന് പറയാം. അപ്പോൾ എക്സിൻ്റെ എല്ലാ നെയ്ബർഹുഡ്സും എഫിലുള്ളത് കൊണ്ട് എഫ് കൺവേർജസ് ടു എക്സ് എന്ന് പറയാം. ഓക്കെ, കുറേ കാര്യങ്ങൾ നമ്മൾക്ക് മുൻപേ പഠിച്ചതിൽ നിന്ന് കണക്ട് ചെയ്തിട്ടാണ് പ്രൂഫ് വരുന്നത്. സോ എല്ലാ സ്റ്റെപ്സ് ഒന്നും ഇവിടെ ഇതിൽ എഴുതിയിട്ടില്ല. ഈ പ്രൂഫിൽ എത്രത്തോളം സ്റ്റെപ്സ് ഉണ്ടോ അതുമാത്രം മതി എക്സ്പ്ലനേഷൻ പ്രൂഫായിട്ട് എഴുതാൻ. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സ്റ്റെപ്സ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. കുറേ ഏരിയാസ് ഓരോ ലൈനിൻ്റെ ഇടയിലും കുറേ കാര്യങ്ങൾ ഫില്ല് ചെയ്യപ്പെടുന്നുണ്ട്. സോ അതൊക്കെ മൈൻഡിൽ വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. പ്രൂഫായിട്ട് ഇത്ര മാത്രം എഴുതിയാൽ മതി. ഓക്കെ.